സ്നേഹിതൻ പാരില ഈ വിധ സ്നേഹിതൻ പാരില വീണ്ടെടുത്തു എന്നെ കൺസോളിയാൻ വീണ്ടെടുത്തു എന്നെ കൺസോളിയാൻ എൻ പ്രിയൻ ഓ നല്ലവൻ എൻ പ്രിയൻ ഓ നല്ലവൻ യേശു എൻ ഫലം അന്യനായി ഭൂമിയിലെങ്ങും ഞാൻ അന്യനായി ക്രിസ്തുവിൻ സഹാ അനാദിനാഥനേശു എൻ ഫലം അന്യനായി ഭൂമിയിലെങ്ങും ഞാൻ അന്യനായി ക്രിസ്തുവിൻ സഹാ നാളുകൾ കഴിയുമ്പോൾ നീ പുലരുമ്പോൾ നാളുകൾ കഴിയുമ്പോൾ നീ പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ വ്യക്തമായി യുക്തമായി കൃപയിൻ കരുതൽ അറിയും ഞാൻ വ്യക്തമായി യുക്തമായി കൃപയിൻ കരുതൽ അറിയും ഞാൻ അനാദിനാഥനേശു എൻ ഫലം അന്യനായി ഭൂമിയിലെങ്ങും ഞാൻ ധന്യനായി എൻ ക്രിസ്തുവിൽ സദാ ശോധന നൽകുന്നു വേദന ഇന്നുള്ള ശോധന നൽകുന്നു വേദന വിഷമമുള്ളതെങ്കിലും വിലയുള്ളതിന് പൊന്നിലും വിഷമമുള്ളതെങ്കിലും വിലയുള്ളതിന് പൊന്നിലും വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ അനാദിനാഥനേശു എൻ ധനം അന്യനായി ഭൂവിലെങ്ങും ഞാൻ ധന്യനായി എൻ ക്രിസ്തുവിൽ സദാ പാപത്തിനിച്ഛകൾ പാരിൻ പുകഴ്ചകൾ ഭക്തിനിച്ഛകൾ പാരിൻ പുകഴ്ചകൾ കൺമയക്കും കാഴ്ചകൾ മൺമയരിൻ വീഴ്ചകൾ കൺമയക്കും കാഴ്ചകൾ മൺമയരിൻ വീഴ്ചകൾ ഒന്നിലും എൻ മനം ഏതുമേ മയങ്ങിട ഒന്നിലും എൻ മനം ഏതുമേ മയങ്ങിടേശു എൻ ധനം അന്യനായി ഭൂവിലെങ്ങും ഞാൻ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ
യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ കോന്നി പട്ടണത്തിൽ ദൈവജനവുമായി കടന്നു വരുവാൻ ദൈവം എനിക്ക് അവസരം തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൂരത്തും ചാരത്തുമായി നിന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. പ്രത്യേകാൽ ഓൺലൈൻ വഴി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങൾക്കും ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 27:1. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ കോന്നി പട്ടണത്തിൽ വന്ന് ദൈവമായ കർത്താവിനെ ഉയർത്തുവാൻ തരുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായി വചനത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഏവർക്കുമായി സ്തോത്രം. വിശേഷാൽ ഓൺലൈൻ വഴി ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരങ്ങൾക്കുമായി സ്തോത്രം. ഇന്നത്തെ ദൈവജന പ്രഘോഷണം ഈ ദേശനിവാസികൾക്കെല്ലാം ഒരു അനുഗ്രഹമായിരിക്കാൻ ദൈവമേ സഹായിക്കണമേ. ദൈവജനത്തെ ആദരിക്കുന്നവൻ പൊഴിച്ച നേടുമെന്ന വചനത്തിലുണ്ടല്ലോ. ഇന്ന് പകൽ കർത്താവെ വായിച്ചു കേട്ടതുപോലെ യഹോവ ദൈവമായ കർത്താവ് ഞങ്ങളുടെ വെളിച്ചമായിരിക്കാൻ, ഞങ്ങളുടെ പേടി, ഞങ്ങളുടെ ഭയം, ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ നിരാശകളെല്ലാം നീക്കിക്കളയുന്ന ഒരു ദിവസമാക്കി മാറ്റണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കോന്നി പ്രദേശത്തുള്ള എല്ലാ നിവാസികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ വാർഡുകളിലും വസിക്കുന്ന എല്ലാ ജനത്തെയും, ഞങ്ങളുടെ ഭരണാധികാരികളെ ഒക്കെ ദൈവം കാത്തു സൂക്ഷിക്കണമേ എന്ന് ദൈവത്തോടായി അപേക്ഷിക്കുന്നു. വചനത്തിൽ നിന്നും ദൈവം സഹായിക്കണം. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ, അതിന്റെ ഓർമ്മകളെ പ്രോത്സാഹിപ്പാൻ കർത്താവ് സഹായിക്കണം. ജനങ്ങൾക്ക് അതൊരു അനുഗ്രഹമായിരിക്കാൻ ദൈവം ഇടയാക്കണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, അല്ലെങ്കിൽ വെളിച്ചമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും അന്ധകാരത്തിൽ വസിക്കുന്നില്ല, അന്ധകാരത്തിൽ നിന്നും അവൻ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓണാഘോഷം നടത്തുന്ന സമയത്ത് ഒത്തിരി നല്ല ഓർമ്മകൾ നമുക്ക് ഓണത്തിനെ കുറിച്ച്. ഓണസങ്കല്പത്തെക്കുറിച്ച് നമ്മൾ സ്കൂൾ മുതൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ മാവേലി എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് നാം കാണുകയും അറിയുകയും അല്ലെങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു മാവേലി രാജാവ് വാണിരുന്ന സമയത്ത് എല്ലാവരും സമത്വത്തിലും നീതിയിലും സമാധാനത്തിലും ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാലയളവുണ്ടായിരുന്നു എന്നുള്ള സങ്കല്പം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു സങ്കല്പം കൊണ്ട് കേരളീയരായ ജനതകൾ നമ്മൾ അനുഗ്രഹീതരാണ്. നന്മയുടെ മതസൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. എല്ലാവരുടെയും സമാധാനത്തിനുള്ള നന്മയ്ക്കായുള്ള വചനം പ്രചരിപ്പിക്കുമെന്ന് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് മനുഷ്യന് കരുണയും സ്നേഹവും വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതിന്റെ ഭാഗമായി സുവിശേഷ പ്രഘോഷണം എന്ന നിലയിൽ ഇവിടെ ഈ പ്രഭാതത്തിൽ ഈ വചനം പ്രസംഗിക്കുകയാണ്. കാരണം നാം ഒരു വാക്ക് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോഴാണ് അതിന്റെ വികാരം നമുക്കുണ്ടാകുന്നത്. സ്നേഹമെന്ന വികാരം, കരുണയെന്ന വികാരം, സമാധാനമെന്ന വികാരം, ശാന്തി, ഇവയൊക്കെ ഉണ്ടാകണമെങ്കിൽ അവയെക്കുറിച്ച് നാം കേൾക്കണം. ആരും പ്രസംഗിക്കാതെ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കപ്പെടും? പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ പലയിടങ്ങളിൽ നിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു വാക്കേ കേൾക്കുന്നുണ്ടാകുകയുള്ളൂ. ഇന്ന് നിങ്ങൾ യാത്ര പുറപ്പെട്ടു പോകുന്ന സ്ഥലങ്ങളിൽ നിങ്ങളെ ആ ശാന്തിയും സമാധാനവും പിന്തുടരുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്ന ഒരു വചനം മതി ഒരു തീപ്പൊരി പോലെ നമ്മെ ഉത്സാഹപ്പെടുത്തുവാനും
നമ്മെ പ്രചോദിപ്പിക്കുവാനും ആ ദിവസം മുഴുവൻ നമുക്ക് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും കഴിയും. വിശേഷാൽ ഈ പ്രസംഗിക്കുന്ന വചനം ജീവനുള്ള വചനമെന്നറിയപ്പെടുന്നു. ഈ വചനത്തിന് ജീവദായകമായി തീരുവാൻ സാധിക്കുന്ന അത്ഭുത വചനങ്ങളാണ്. ലോകത്തിൽ പ്രകാശം പരത്തുവാൻ, നന്മ പരത്തുവാൻ, സ്നേഹം പരത്തുവാൻ ഈ വിശുദ്ധ ഗ്രന്ഥം എക്കാലവും ഉപകാരമായി തീർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ ഈ കോന്നി പട്ടണം പ്രകാശമാനമായി തീരുവാൻ, വരാനിരിക്കുന്ന എല്ലാ അപകട സാധ്യതയിൽ നിന്നും എല്ലാവിധ പ്രതിസന്ധിയിൽ നിന്നും വിടുവിക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വലിയൊരളവിൽ നമ്മുടെ രാജ്യത്തിന് നന്മയാണ്. ഹല്ലേലൂയ. കോന്നി പട്ടണ നിവാസികളായ നിങ്ങൾ എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്. സുവിശേഷത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനാൽ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കുമെന്ന് വചനം പറയുന്നത്. എന്താണ് ക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? സ്നേഹത്തിന്റെ നിർവചനമാണ് ക്രിസ്തു. വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതമായി തീരും, അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം പല രീതിയിൽ ലജ്ജിക്കാൻ സംഗതി വരുമ്പോൾ ആ ലജ്ജയിൽ നിന്നും മാനത്തിലേക്ക്, അഭിമാനത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയൊരുക്കുന്ന ഗ്രന്ഥമാണ് വേദപുസ്തകം. ഇതുവരെ അപമാനിതയായി കഴിഞ്ഞുകൂടിയിരുന്ന എത്രയോ ആൾക്കാരെ ദൈവമാനത്തിലേക്ക് കൊണ്ടുവന്ന സംഭവ ചരിത്രം വേദപുസ്തകം പറയുന്നു. പാപി എന്ന മുദ്രകുത്തിയിരുന്ന അനേകരെ വിശുദ്ധിയുടെയും നീതീകരണത്തിന്റെയും പാതയിലേക്ക് ദൈവം നയിക്കുവാനിടയായി തീർന്നെത്തും. ഒരിക്കൽ ഒരു സാധാരണ മനുഷ്യനാണ്, എന്നാൽ ലോകം അവനെ വിധി എഴുതിയിരുന്നത് പാപി എന്നാണ്. അവന്റെ പേര് സഖായി എന്നാണ്. ആ സഖായി യേശുവിനെ കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ മനുഷ്യൻ യേശുവിനെ കാണാൻ പട്ടണത്തിലേക്ക് പുറപ്പെടുകയാണ്. വളരെയധികം പുരുഷാരമുണ്ട്. ആ പുരുഷാരത്തിന്റെ നടുവിൽ കൂടി താൻ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ തനിക്ക് പൊക്കക്കുറവായിരുന്നതുകൊണ്ട് ക്രിസ്തുവിനെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുമ്പോൾ തന്റെ അരികിൽ ഒരു കാട്ടത്തി വൃക്ഷത്തെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ കാട്ടത്തി വൃക്ഷം കണ്ട ഉടനെ അവൻ വളരെ ആവേശത്തോടെ അതിൽ ചാടിക്കയറുവാനിടയായിച്ചു. അതിൽ കയറിയിട്ട് യേശുവിനെ കാണുവാനായിട്ട് താൻ അവിടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ യേശു അതുവഴി കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് ആ കാട്ടത്തി വൃക്ഷത്തിന്റെ അരികിൽ നിന്നിട്ട് യേശു പ്രകാരം പറഞ്ഞു, സഖായിയെ, നീ ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞിട്ട് സഖായി വേഗത്തിൽ ഇറങ്ങി വന്ന് യേശു ക്രിസ്തുവിനെ ശിവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പിന്നീട് യേശുവും തന്നോടൊപ്പം ഉണ്ടായിരുന്നവരും സഖായിയുമായി ചേർന്ന് സഖായിയുടെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. പോകുന്ന വഴിക്ക് അനേകർ സഖായിയെയും യേശുവിനെയും പഴിക്കുകയും ദുഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ ഒരു പാപിയായ മനുഷ്യനായിരുന്നിട്ടും ഇവനെക്കുറിച്ച് ദൈവത്തിനാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുകയില്ലേ എന്നതായിരുന്നു ജനത്തിന്റെ ചിന്ത. എന്നാൽ ജനത്തിന്റെ ഈ പെരുവെറുപ്പും ഈ കുറ്റാരോപണം കേട്ടിട്ട് സഖായി പ്രതികരിക്കാൻ നിന്നില്ല. സഖായി യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ എന്റെ സമ്പാദ്യത്തിന്റെ പകുതി സമ്പാദ്യം വിറ്റ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കുവാൻ തീരുമാനിക്കുന്നു. മാത്രമല്ല, ഞാൻ ആരുടെ കയ്യിലെങ്കിലും നിന്ന് പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങ് ഞാൻ തിരിച്ചു കൊടുക്കുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, സഖായി അങ്ങനെ മാനസാന്തരത്തിലേക്ക് വരികയാണ്. ആ സഖായി മാനസാന്തരം യേശുവിനോട് അറിയിച്ചപ്പോൾ യേശു പറയുന്നൊരു വാക്കുണ്ട്, നീയും അബ്രഹാമിന്റെ സന്തതിയായിരിക്കാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ദിവസം വരെയും പാപിയെന്നും ദൂഷകനെന്നും ദുഷ്ടനെന്നും മുദ്രയടിക്കപ്പെട്ട സഖായി
കർത്താവിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ട് അബ്രഹാമിന്റെ പുത്രൻ എന്ന പദവിയിലേക്ക് നയിക്കപ്പെടുകയാണ്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നമ്മെ ലോകമെന്ത് തന്നെ പറഞ്ഞ് ദുഷിച്ചാലും പഠിച്ചാലും ആ ദൂഷണത്തിൽ നിന്നെല്ലാം നമ്മെ വിശുദ്ധീകരിച്ച് നമ്മെ നീതീകരിച്ച് പുതിയ സൃഷ്ടികളാക്കി തീർക്കുവാൻ ദൈവവചനത്തിന് കഴിയും, ദൈവത്തിന് കഴിയുമെന്ന് ദൈവവചനം പറയുന്നു. അനേക വ്യക്തികൾ നിരാശയിൽപ്പെട്ട് തകർന്നുപോയ ജീവിതങ്ങൾ അവർ പുനരുദ്ധരിച്ച് അവരുടെ ജീവിതത്തെ നവീകരിക്കപ്പെട്ട് അത് തീർത്തിട്ടുണ്ട്. ഇന്ന് പകൽ ആ നവീകരണത്തിലേക്കാണ് വേദപുസ്തകം നമ്മെ ക്ഷണിക്കുന്നത്. വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. നോക്കൂ, ഈ സഖായി എന്ന മനുഷ്യൻ യേശു ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിലേക്കും തന്റെ ഭവനത്തിലേക്കും സന്തോഷപൂർവ്വം സ്വീകരിച്ചപ്പോൾ തന്റെ ജീവിതത്തിലുണ്ടായ വ്യതിയാനം എത്ര വലുതായിരുന്നു. ഇന്ന് മുതൽ ലോകത്തിനും വീടിനും കൊള്ളരുതാത്തവരായി പാപശാപങ്ങളിൽ അകപ്പെട്ട് ഒരു നശീകരണ പുത്രനെ പോലെയോ പുത്രിയെ പോലെയോ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കും രക്ഷ പ്രാപിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ദൈവവചനം ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു വരികയാണ്. അതുകൊണ്ട് ഇന്ന് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാനായി ദൈവപുത്രനായ കർത്താവിന്റെ സ്ഥാനപതികളായി ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് വചനം പ്രഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ വചനം നിങ്ങളെ തൊടുവാണ്, നിങ്ങളെ ആശ്ലേഷിക്കുകയാണ്, നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പകൽ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾ എവിടെ പ്രസ്താവിക്കപ്പെടുന്നുവോ അവിടെ ചലനങ്ങൾ ഉണ്ടാകും, ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകും. മരിക്കുവാൻ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവനെ പ്രതീക്ഷയോടെ ഉണർന്ന് വിശ്വസിക്കുവാനും ജയകരമായ ജീവിതം നയിക്കുവാനും ദൈവവനെ പ്രാപ്തനാക്കുവാനിടയായിത്തീരും. നമുക്കറിയാം, 38 വർഷക്കാലം കുളക്കരയിൽ തളർവാദ രോഗിയായി കിടന്നിരുന്ന മനുഷ്യനെ രക്ഷിക്കുവാനായി ആരുമില്ലായിരുന്നെങ്കിലും യേശു ആ സ്ഥലത്തേക്ക് വന്ന് നിനക്ക് സൗഖ്യം പ്രാപിപ്പാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സൗഖ്യം കൊടുക്കുന്ന സംഭവം നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. നിന്റെ രോഗം എത്ര കാലപ്പഴക്കമുള്ളതാണെങ്കിലും എത്ര അത് മാറ്റുവാൻ അല്ലെങ്കിൽ സൗഖ്യമാക്കുവാൻ സാധ്യതയില്ലാത്തതാണെങ്കിലും ദൈവം സാധ്യത കാണുകയാണ്. അവിടെയെല്ലാം ദൈവം പറയുന്ന, മകനെ, എനിക്കൊരു കാര്യവും അസാധ്യമായിട്ടില്ല. ഇന്ന് പകൽ നിന്റെ വിഷയമായി എന്റെ സന്നിധിയിൽ വരിക, ഞാൻ നിന്നെ സൗഖ്യമാക്കുകയും ഞാൻ നിന്നെ വിടുവിക്കുകയും ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ആ കർത്താവിന്റെ ക്ഷണം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുമെന്നുള്ള പ്രത്യാശയും വിശ്വാസവും ദൈവം കൈമാറി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നുണ്ട്. നാം ഇന്ന് നമ്മുടെ പാപങ്ങൾ അവനോട് ഏറ്റുപറയുകയും അത് ഒരു വിശുദ്ധ ജീവിതത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുമെങ്കിൽ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ വചനങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം പറയുന്നു, മകനെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിനക്ക് പാപങ്ങൾ കടം ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും, അത് രക്താംബരം പോലെ ആയിരുന്നാലും അത് ആ മേഘം പോലെ അല്ലെങ്കിൽ വെണ്മയുള്ളതായിത്തീരും. ഇന്ന് വേൽക്കാലം നമ്മുടെ പാപക്കറകളെ മായ്ച്ചു കളയുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് പര്യാപ്തമാണ് എന്ന് നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട്. നമ്മെ രക്ഷിക്കുവാൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുയേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാഹ രക്തമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നമുക്ക് ഏറ്റുപറയാൻ കഴിയുമോ, ദൈവപുത്രനായ കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപജീവിതത്തിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് പറയുന്നവരോട് ദൈവത്തിനും ചിലത് സംസാരിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാം. നമ്മുടെ രാജ്യങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ നവീകരണത്തിന് വേണ്ടിയൊക്കെയും ദൈവമുഖത്തേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കാം. പ്രൈസ് ദി ലോർഡ്. നാം കേട്ടു,
നശിച്ചു പോകുന്ന ഏവരെ കുറിച്ചും പിതാവായ ദൈവത്തിന് ഒരു കരുതലുണ്ട്, കരുണയുണ്ട്. അതുകൊണ്ടാണ് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിപ്പാനിടയായി തീർന്നത്. നാം ഭാവിയായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി രക്തം ചീന്തി മറുവിലയായി ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി മധ്യസ്ഥയെ അണയ്ക്കുകയും ഒരു പുതിയ പന്താവ്, പുതിയ പാതയൊരുക്കി പുതിയ ജീവന്റെ മാർഗം നമ്മെ കാണിക്കുകയും ചെയ്യുന്നു. വചനം പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിച്ചു പോകുകയില്ല. അവൻ മരിക്കയില്ല, മരിച്ചാലും എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ ജീവൻ പ്രാപിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ 80, 90, 100 വർഷക്കാലമുള്ള ജീവിതമല്ല. നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മരണാനന്തര ജീവിതമുണ്ടെന്നുള്ള പ്രത്യാശയാണ് ദൈവവചനം നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. മരണത്തിന് ശേഷം നാം നിത്യ സ്വർഗത്തിലേക്കോ നിത്യ നരകത്തിലേക്കോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപശാപ മരണങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഉദ്ധാരണങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുന്നിൽ ചെലവഴിച്ച തുകയെന്ന് പറയുന്നത് തന്റെ ജീവൻ തന്നെയായിരുന്നു, തന്റെ രക്തം തന്നെയായിരുന്നു. അങ്ങനെ നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ തന്റെ സ്വജീവനെ അർപ്പിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പീൻ. ലോകത്തിൽ മറ്റാരും രക്ഷകരായി നിങ്ങൾക്കില്ല. നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുവാൻ, നിങ്ങൾക്ക് ജീവൻ പകരുവാൻ, സമൃദ്ധിയായ ജീവൻ പകരുവാൻ ഞാൻ എന്റെ ജീവനെ കാൽവരിയിൽ അർപ്പിച്ചു. നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടേണ്ടിയിരുന്ന സകല കടവും സകല വിലയും ഞാൻ നൽകി നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള സന്ദേശം ഇന്ന് പകൽക്കാലം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, സകലരും ഒന്നുപോലെ സമാധാനത്തിൽ ജീവിച്ചിരുന്ന കാലയളവ് ഉണ്ടായിരുന്നു എന്ന് ഓണാഘോഷങ്ങൾ അല്ലെങ്കിൽ ഓണ സങ്കല്പം നമ്മെ പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ നീതിയുള്ള സമാധാനമുള്ള ഒരു ശാലോം രാജാവ് വീണ്ടും വരാൻ പോകുന്നു എന്നുള്ളതായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന സമാധാനവും അത് തുല്യതയും എല്ലാം ഉണ്ടാകുന്ന ഒരു പുതുവാന ഭൂമി, ഒരു പുതിയ ജീവിതം, ഒരു പുതിയ രാഷ്ട്രം, ഒരു പുതിയ ലോകം ഉണ്ടാകുമെന്ന തിരുവചനം നമുക്ക് ഉറപ്പു തരികയാണ്. ആ പുതുവാന ഭൂമിയിലേക്കുള്ള ക്ഷണമാണ് വേദപുസ്തകം നമുക്ക് ഇന്ന് പകൽ നൽകിത്തരുന്നത്. പ്രൈസ് ദി ലോർഡ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വന്ന് വസിക്കുവാനും നിങ്ങളെ പുതിയ വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നു എന്ന് ക്രിസ്തു ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് അറിയിക്കുന്ന വചനങ്ങളാണ് നിങ്ങളോട് പറയുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു സ്ഥാനപതിയായി കർത്താവിന്റെ ഒരു റെപ്രസെന്റേറ്റീവായി നിന്ന് നിങ്ങളോട് അറിയിക്കുന്ന സന്ദേശങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്നേഹിതനായി നിലകൊള്ളുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി അത് സ്വന്തം രക്തമൂറ്റി തന്നവൻ സകലതും നൽകിത്തരാതിരിക്കുമോ എന്നാണ് പ്രഭാതത്തിൽ നമ്മോട് ചോദിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെയും ദൈവം അറിയുന്നു. നമ്മുടെ പുതിയ വീണ്ടെടുപ്പിന്, പുതിയ വ്യക്തിത്വത്തിന് വേണ്ടി താൻ ചെലവഴിച്ച രക്തം ഇന്ന് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മധ്യസ്ഥയെ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവ് നമ്മോട് വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുന്നു. മകനെ, മകളെ, വരിക, നിന്റെ ഹൃദയത്തിൽ എനിക്കൊരിടം തരിക. ഞാൻ നിന്റെ ഹൃദയമാകുന്ന കവാടത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് അത് കതക് തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി സ്വജീവനെ നൽകിയ ആ നല്ല സ്നേഹിതനായ ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യത്തോടുകൂടി ആ അത്താഴം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൃദയമാകുന്ന കവാടം തുറക്കുക. യേശുവേ, എന്റെ ഹൃദയത്തിൽ വരണമേ, എന്റെ ജീവിതത്തെ നവീകരിക്കണമേ, എനിക്ക് ഒരു പുതിയ ജീവിതം തരണമേ എന്ന് അപേക്ഷിക്കുന്നവരെ ദൈവം ഉപേക്ഷിക്കാത്ത ദൈവമാണ്. പ്രിയമുള്ളവരെ, ഈ ഓണക്കാലത്ത് നടക്കുമ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കണം. നാം നമ്മുടെ പണവും നമ്മുടെ ജീവിത സമയവും അത് മദ്യപാനത്തിലും മറ്റുള്ള മയക്കുമരുന്നുകളിലും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി തീരുവാൻ അവയെ വൃഥാവായി ഉപയോഗിക്കരുത്. അവയിൽ നിന്നും മടങ്ങി വരിക. ആ ദുശീലങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ തലമുറകൾക്കായി പുതിയ പുത്രൻ ഒരു സംസ്കാരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു കാലയളവാണ്.
പത്രമാധ്യമങ്ങൾ വായിച്ചാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വാർത്തയിൽ ഒന്നുപോലും നമ്മെ സന്തോഷിപ്പിക്കുന്ന വാർത്ത പത്രമാധ്യമങ്ങളിൽ ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതേ വലിയ വലിയ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അസത്യങ്ങൾ, അനീതികൾ, അശുദ്ധികൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതിൽ നിന്ന് വേർപെടുത്തി ഒരു പുതിയ ജീവിതം നൽകുവാൻ നമ്മെ പഠിപ്പിക്കുന്നതും ആഹ്വാനം ചെയ്യുന്നതുമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ആകയാൽ ആ വചനങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുവാനും ഏറ്റെടുക്കുവാനും എത്ര പേർ അത് മനസ്സ് കാണിക്കുമെന്ന് ദൈവം നമ്മോട് ചോദിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ ദൈവം നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് അറിയേണ്ടതിന് പ്രിയമുള്ളവരെ അന്വേഷിക്കുമ്പോൾ തന്നെ എന്നെയും നിങ്ങളെയും ദൈവം കാണുകയാണ്. ഇന്ന് പകൽ ആ കർത്താവിന്റെ ഇമ്പമുള്ള സ്വരം നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ എത്ര ഭാവിയായിരുന്നാലും, നിങ്ങൾ എത്ര മദ്യപാനിയായിരുന്നാലും, നിങ്ങൾ എത്ര ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തത്തിലായിരുന്നാലും അവയിൽ നിന്നെല്ലാം വിമോചിപ്പിച്ചു കൊണ്ടുവന്ന് സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, ഒരു സന്തോഷമുള്ള ഒരു ജീവിതം യേശു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, എന്റെ സ്വജീവനാൽ, എന്റെ രക്തത്താൽ ഉടമ്പടി ചെയ്ത സമാധാനം. ഇന്ന് പകൽക്കാലം എത്ര പേർ ആ സമാധാനത്തിനായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും? പ്രിയമുള്ളവരെ, കോന്നി പട്ടണത്തിൽ അനേക പ്രാർത്ഥനക്കാരെ ദൈവം തിരയുകയാണ്. ദേശത്തിന് വേണ്ടി ഇടിയിൽ നിന്ന് മതിൽ കെട്ടി കാത്തു സൂക്ഷിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥ അടയ്ക്കുവാൻ ഒരുവരെ ദൈവം അന്വേഷിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ഇന്ന് പകൽ കോന്നി പട്ടണത്തിന് വേണ്ടി, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ അതിനുവേണ്ടി യജ്ഞിക്കുമെന്ന് പറയുന്ന ഒരുവനെ ദൈവം തിരയുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവേ, ആ തിരച്ചിൽ എന്നെയും ഉൾപ്പെടുത്തണമേ. ആ പ്രാർത്ഥനക്കാരൻ, ആ പ്രാർത്ഥനക്കാരി ഞാനാകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് അത് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ആ പട്ടണവും ആ രാജ്യവും അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരും. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന രാജ്യവും എന്ന് പറയുന്ന സംസ്ഥാനവും അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഇത് മതത്തിൽ ചേരുവാനുള്ള ഒരു ആഹ്വാനമല്ല, ഇത് മനുഷ്യനായി തീരുവാനുള്ള ആഹ്വാനമാണ്. കരുണയുടെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സൽമാർഗത്തിന്റെയും സദാചാരത്തിന്റെയും ഒക്കെ നല്ല പ്രവൃത്തികളിലേക്ക് ക്ഷണിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു. എല്ലാ സ്നേഹവും ദൈവമല്ല, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ക്രിസ്തു യേശുവിന്റെ രക്തത്തിനാൽ ഉടമ്പടി ചെയ്ത സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം തന്നിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. പ്രിയമുള്ളവരെ, നാം ആരും വലിയ പാപം ചെയ്തിട്ടല്ല പാപികളായി തീർന്നത്. എന്നാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിരുന്ന ആദം ഹവ്വ ദമ്പതിമാർ ചെയ്തതിന്റെ പാപത്തിന്റെ അനന്തരഫലമായി പാപശാപ മരണങ്ങൾ മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ പാപശാപ മരണങ്ങളിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി. ആ പ്രദർശനത്തെ നാം കാണുമ്പോൾ കാൽവരിക്കുന്നിൽ മൂന്നാണികളാൽ തൂക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുയേശുവിന്റെ ചലനയറ്റ ശരീരത്തെ കാണുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, എന്റെ പാപത്തിന് വേണ്ടി, നിങ്ങളുടെ പാപത്തിന് വേണ്ടി താൻ സകല വിലയും കൊടുക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാല വില കൊടുത്ത കർത്താവ് ആത്മസ്വരൂപനായി നിങ്ങളുടെ മുൻപിൽ നിന്ന് നിങ്ങളുടെ വീണ്ടെടുപ്പിനായി, നിങ്ങളുടെ സമാധാനത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കുകയാണ്. മകനെ, മകളെ, വരിക, എന്നെ സമാധാനത്തിലേക്ക് പ്രവേശിക്കുക. ആ സമാധാനമാകും ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്നത്. ഇന്നത്തെ കാലം മദ്യപാനത്തിൽ നിന്നും, പുകവലിയിൽ നിന്നും, അടിമത്തങ്ങളുടെ എല്ലാ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കുന്ന ക്രിസ്തുയേശുവിന്റെ രക്തം, അവന്റെ വചനം ഇന്ന് പകൽ നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്, നമ്മെ നീതീകരിക്കുന്ന രക്തമാണ്, നമ്മെ പവിത്രീകരിക്കുന്ന രക്തമാണ്. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും.
കഠിന പാപങ്ങളെ കഴുകി മൃദുലമായ വ്യക്തിയാക്കി മാറ്റുവാൻ യേശു നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളെ കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമുള്ളൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയമുള്ളവർ, ഇന്ന് ലോകത്തിൽ കഠോര ഹൃദയങ്ങളായി മാറി ബന്ധുക്കളെയും മിത്രങ്ങളെയും പോലും തിരിച്ചറിയാതെ കൊലകളും കൊലപാതകങ്ങളും അക്രമങ്ങളും ചെയ്തു വിടുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ നിന്നും നമുക്കൊരു വേർതിരിവ് ആവശ്യമില്ലേ? ഒരു മടങ്ങിവരവ് ആവശ്യമില്ലേ? ആ മടങ്ങിവരവിനായി ഈ കാലത്ത് യേശു നിങ്ങളെ വിളിക്കുകയാണ്. ഒരു മടങ്ങിവരവ്, ഒരു മാനസാന്തരം, ഒരു പൊതുജീവിതം ആഗ്രഹിക്കുന്ന ഏവരെയും കർത്താവ് ക്ഷണിക്കുകയാണ്. ഇന്ന് പകൽ ലോകത്തിന് ഒരു മനഃശാസ്ത്രത്തിനോ ഒരു മരുന്നിനോ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റി പുതു വ്യക്തിത്വമാക്കി തീർക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മെ പുതു വ്യക്തികളാക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ രക്തമാണ്, യേശുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ. ഇതുവകൾ അവന്റെ രക്തം നമ്മെ പാപങ്ങളെ പോക്കി വിശുദ്ധീകരിക്കുമെന്ന് നമ്മോട് പറയുമ്പോൾ അതിന് വില കൽപ്പിക്കാതെ പോകരുത്. ആ സ്നേഹത്തെ കാണാതെ നമ്മൾ മറഞ്ഞു നിൽക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി വാദിക്കുകയാണ്, ഗുണകരമായി സംസാരിക്കുകയാണ്. ലോകത്തിലുള്ള രക്തങ്ങളെല്ലാം മനുഷ്യനോട് പ്രതികാരത്തിനായി നിലവിളിക്കുമ്പോൾ പ്രതികാരമില്ലാത്ത ഒരേ ഒരു രക്തം, ശത്രുക്കളോടും എല്ലാവരോടും കരുണയ്ക്കുന്ന രക്തം, അത് യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. വചനം പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാകുന്ന ക്രിസ്തു ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചത്തിൽ നിങ്ങൾ നടപ്പീൻ. പ്രിയമുള്ളവരെ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നു പറഞ്ഞാൽ ഇത് നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്ന അത് യേശുവിന്റെ രക്തമാണ്. അവന്റെ വെളിച്ചമാകുന്ന വചനമാണ്. ആ വചനം നമുക്ക് പ്രകാശവും കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി നിന്ന് നമ്മെ നിത്യത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ സ്നേഹസ്വരൂപനായ ആ വചനമാണ് ലോകത്തിൽ ജഡമായി അവതരിപ്പാൻ ഇടയായിത്തീർന്നത്. അതിനും പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകുവാനും ദൈവമകളാകുവാനും അവസരം തന്നിരിക്കുന്നു. ഇന്ന് പകൽ ആ കർത്താവിലേക്ക് നോക്കി വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിപ്പാൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ എത്രമാത്രം ജീവിതത്തിൽ തടയപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭപ്രതീക്ഷയാണ് വചനം പറയുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, അത് നിങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണെന്നാണ് വചനം പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ആ പദ്ധതി ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ആ പദ്ധതി എന്നെ ഒന്ന് കാണിക്കണമേ എന്ന വിശദീകരണം നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. ദൈവം അത് വെളിപ്പെടുത്താനിടയായിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരിക്കൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യന്, ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലേളയ മകൻ തന്റെ പിതാവിനോട് സമ്പാദ്യം വീതം ആവശ്യപ്പെട്ട് അതെല്ലാം കൊണ്ടുപോയി വിദേശത്ത് താൻ ദുഃഖനായി ജീവിച്ചു. ആ മുതലെല്ലാം നശിപ്പിച്ച് അവൻ അവസാനം ഒന്നും കഴിക്കുവാൻ നിവൃത്തിയില്ലാതായപ്പോൾ എന്നാൽ വളരെ നിരാശനായ പട്ടണത്തിൽ അവൻ കഴിയുമ്പോൾ അവന് പന്നികളെ തീറ്റുന്ന ആ ആഹാരമെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുപോലും ആരും നൽകാതെ വന്നപ്പോൾ അവൻ പിതാവിന്റെ ഭവനത്തെ കുറിച്ച് തിരികെ ചിന്തിക്കുകയാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ജോലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്ന ആഹാരം പോലും എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നോർത്ത് നിരാശയോടെ കഴിയുകയാണ്. അപ്പോൾ തന്റെ ബുദ്ധി എന്നിൽ ഉദിച്ചു. താൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. പിതാവേ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും നീ എന്നെ ആക്കി തീർക്കണമേ എന്ന് താൻ പറയുമെന്ന് നിശ്ചയിച്ചുകൊണ്ട് താൻ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പിതാവിന്റെ ഭവനത്തിൽ താൻ ചെല്ലുമ്പോൾ ആ പിതാവ് താൻ ഒന്നും പറയാൻ കാത്തു നിൽക്കാതെ
ആ മകനെ ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് തന്നെ സ്വീകരിക്കുകയാണ്. ആ മകനെ ചെരുപ്പണിയിക്കുന്നു, മോതിരമണിയിക്കുന്നു, പുതുവസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, തന്റെ വേലക്കാരോട് പറയുകയാണ്, തടിപ്പിച്ച ഒരു കാളക്കുട്ടിയെ അറുത്ത് വിഭവസമൃദ്ധമായി സദ്യ ഒരുക്കുവീൻ. ഈ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവൻ മടങ്ങി വന്നിരിക്കുന്നു, ഇന്ന് നമ്മൾ ആഘോഷിക്കുക. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോകുന്ന ഏത് പാപിയെക്കുറിച്ചും മടങ്ങി വരുവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ഇന്ന് വേൽക്കാല പിതാവ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ചെരുപ്പും വസ്ത്രങ്ങളും അത് സ്വർണ്ണ മോതിരമൊക്കെ കരുതി വെച്ച് നിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. ആ പിതാവിലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതമായി തീരും എന്ന് തിരുവചനം പറയുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ക്ഷണിക്കുന്ന നല്ല പിതാവിന്റെ സ്നേഹസ്വരത്തിന്റെ മുമ്പിൽ നമുക്ക് വിധേയപ്പെടുത്തി കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, ആ മുടിയൻ പുത്രൻ എന്നറിയപ്പെടുന്ന മനുഷ്യൻ ആ പിതാവിന്റെ ഭവനത്തിൽ വന്ന് ഇനി അനുസരണയുള്ളവനായി, മാനസാന്തരിയായി, നല്ല സൽസ്വഭാവമുള്ള മകനായി ജീവിക്കുകയാണ്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, എന്നാൽ തന്റെ ജ്യേഷ്ഠന് അതത്ര താല്പര്യമില്ലായിരുന്നു. താൻ പറയുകയാണ്, വിദേശത്ത് പോയി പണം മുഴുവൻ ദൂർത്തടിച്ച് അത് നശിപ്പിച്ച ഒരു മനുഷ്യന് വേണ്ടി പിതാവ് എന്തെല്ലാം ചെലവഴിക്കുന്നു. ഇത്രയും കാലം ഞാൻ നിന്നോടുകൂടെ നിന്നിട്ട് നീ എന്തെങ്കിലും ഒന്ന് നിന്നോട് ചെയ്തിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, സഹോദരങ്ങൾക്കോ ലോകത്തിനോ നിങ്ങളുടെ മടങ്ങി വരവിൽ സന്തോഷമുണ്ടാകണമെന്നില്ല. നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. എന്നാൽ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നല്ല പിതാവായ സ്വർഗസ്ഥനായ പിതാവിന് സന്തോഷമുണ്ടാകും നിങ്ങളുടെ വരവിങ്കിൽ. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, പാവച്ചേറ്റിൽ നിന്നും, പാവസ്വഭാവത്തിൽ നിന്നും, പാവക്കുഴിയിൽ നിന്നും കരേറി പിതാവിന്റെ ഭവനത്തിലേക്ക് വരിക. ആ പിതാവ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. എത്രയോ വർഷങ്ങളായി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവുണ്ട്. ആ പിതാവിലേക്ക് മടങ്ങി വരിക. ദൈവത്തിന്റെ മടങ്ങി വരുവാനുള്ള ക്ഷണം. സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുകയും. ഇന്ന് പകൽ കാൽവരിക്കുന്നിൽ ഭൂഷീതനായി കിടക്കുന്ന ആ ക്രിസ്തുവിന്റെ ശരീരം കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇതെന്റെ പാപത്തിന് വേണ്ടി, ഇതെന്റെ ശാപത്തിന് വേണ്ടി, ഇതെന്റെ വിടുതലിന് വേണ്ടി, ഇതെന്റെ സമാധാനത്തിന് വേണ്ടി താൻ യാഗമായി തീരുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ആ സ്നേഹസ്വരൂപനായ കർത്താവിന്റെ മുൻപിൽ നിന്നും എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ആർക്ക് തിരിഞ്ഞോടുവാൻ കഴിയും? ആ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സ്നേഹത്തിന്റെ നിർവചനം ക്രൂശിൽ അത് രചിച്ചവനാണ് കർത്താവ്. ക്രൂശിൽ കാണിച്ച സ്നേഹത്തിന്റെ ആ ചിത്രം ലോകത്തിൽ നിന്ന് ആർക്കും അയച്ചു കളയാൻ കഴിയും. താൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം നമ്മുടെ നീതിക്കായി ഉയർത്തെഴുന്നേൽക്കാനിടയായിട്ട് ഹല്ലേലൂയ. ലോകത്തിന്റെ മുദ്രകൾക്ക് യേശുവിനെ മൂടിവെക്കാൻ കഴിഞ്ഞില്ല. പാപശാപ മരണങ്ങളിൽ നിന്നും അവൻ ജീവൻ പ്രാപിച്ച് പുനരുദ്ധാനം കൈക്കൊള്ളാനിടയായിട്ട് ലോകത്തിൽ അനേകർക്ക് പ്രത്യക്ഷനായി, ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാനിടയായിട്ട് അനന്തരം താൻ സ്വർഗാരോഹണം ചെയ്യുകയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് പോലും മടങ്ങി വരും. പ്രിയമുള്ളവരെ, മടങ്ങി വരാമെന്ന് പറഞ്ഞ് വരും, താമസിക്കുകയില്ല. പിന്മാറുന്നുവെങ്കിൽ ദൈവത്തിന് നിന്നോട് പ്രസാദമില്ല. ഇത് പകൽ ആ കർത്താവായ യേശു ക്രിസ്തു വരവിന് സമയമായിരിക്കുന്നു. ലോക സംഭവങ്ങൾ അതിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ എല്ലാം അതിനെ സ്ഥിരീകരിക്കുന്നു. ദൈവജനത്തിൽ കാണുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായം 1-ാം ഖണ്ഡികയിൽ അവസാന വാക്കിൽ കാണുന്നു, ഈ സുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും പ്രസംഗിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തുയേശുവിന്റെ വരവ് സമാഗതമാകും. അതിനു മുൻപായി ഭൂകമ്പങ്ങളും വലിയ മഹാമാരികളും മഹാവ്യാധികളും വലിയ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ നിങ്ങൾ കേൾക്കും. എന്നാൽ ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമാണ്.
ഇതൊക്കെ നാം കേട്ടു കഴിഞ്ഞു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ വരവിന്റെ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന്റെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലവും പ്രതികാരവും എന്റെ പക്കലുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ആ കർത്താവിനെ മാനവികത്തിൽ വരുന്ന കർത്താവിനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങാം. വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ ജീവിക്കുന്നതിന്റെ മക്കളെ ചേർക്കുവാൻ യേശു ഇതാ വരാൻ പോകുന്നു, വേഗം വരുന്നു. ആ മണവാളനെ എഴുന്നേൽക്കാൻ നമുക്ക് വേഗത്തിലൊരുങ്ങാം. അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കാം. ഇന്നുവൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ മുന്നോട്ട് വന്നാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ അനുഭവം അവർക്ക് ലഭ്യമാകാനിടയായിത്തീരും. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് ഇപ്രകാരം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് വിടിപ്പാനിടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ കോന്നി പട്ടണത്തിൽ വന്ന് ദൈവപുത്രനായ ക്രിസ്തുയേശുവിനെ ഉയർത്തുവാൻ എന്ന അവസരത്തിൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത സുവിശേഷ വചനങ്ങളെ ഈ പട്ടണ നിവാസികൾക്ക് കൈമാറിയിരിക്കുന്നു. ആ വചനങ്ങൾ, ജീവനുള്ള വചനങ്ങൾ, ഓരോരുത്തരുടെ ഹൃദയത്തിന് രൂപാന്തരം മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവം പ്രവർത്തിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ദേശനിവാസികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നല്ല ഭരണം കാഴ്ചവെക്കാൻ ആവശ്യമായിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും വിവേകവും ശക്തിയും ദൈവം കൊടുക്കണമേ. കർത്താവേ, എല്ലാ ജനത്തെയും തുല്യതയിൽ കാണുവാൻ, സ്നേഹിക്കുവാൻ, കരുണയുള്ള, സ്നേഹമുള്ള ഒരു നല്ല ഹൃദയം തനിക്ക് കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നിർദ്ദേശങ്ങളും നിയോഗങ്ങളും അനുസരിച്ച് ഭരണം ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ തന്നിലേക്ക് പകരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെ ആവശ്യമായ നിലയിൽ ഭരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ബുദ്ധിയും ജ്ഞാനവും വിവേകവും ശക്തിയും കൃപയും കൊടുക്കണമേ. ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 28 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അവരുടെ ഭരണ സംവിധാനങ്ങൾ എല്ലാ ജനത്തിനും ക്ഷേമകരമായിരിക്കാൻ, പുരോഗതിക്കും സമാധാനത്തിനും സന്തോഷത്തിനും വിടുതലും കാരണമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാവർക്കും ദൈവമേ ബുദ്ധിയും ജ്ഞാനവും വിവേകവും ശക്തിയും പകരണമേ. എല്ലാവരെയും കരുണയോടും സ്നേഹത്തോടും സമാധാനത്തോടും കൂടി സ്നേഹിക്കുവാൻ, ഭരിക്കുവാനുള്ള കൃപ 28 സംസ്ഥാനങ്ങളുമുള്ള എല്ലാ മുഖ്യമന്ത്രിമാരിലും അവരെ സഹായിക്കുന്ന മറ്റ് മന്ത്രിമാരിലും ദൈവം എത്തിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കായി സ്തോത്രം, മന്ത്രിമാർക്കായി സ്തോത്രം. കേരളത്തെ നീതിയോടും സത്യത്തോടും സത്യസന്ധതയോടും ധാർമ്മികതയിലും കാത്തുസൂക്ഷിക്കുവാൻ ദൈവം സഹായിക്കണമേ. നല്ല ഭരണം കാഴ്ചവെക്കാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ ഭരണ സംവിധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ എല്ലാ ജനതകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, നിരാശയിലായിരിക്കുന്നെങ്കിൽ അവർക്ക് പ്രത്യാശയും വിശ്വാസവും ദൈവം പകരണമേ. ഇന്നുവൽക്കാലം 194 രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ഭരണാധികാരികൾ, അവിടെയുള്ള എല്ലാ പൗരന്മാരെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവിടുത്തെ ഭരണം, രാജാക്കന്മാരുടെ, പ്രസിഡന്റുമാരുടെ ഭരണം ആ രാജ്യങ്ങൾക്കെല്ലാം സമാധാനകരവും സന്തോഷവും പുരോഗതിയും നൽകുന്നതായിരിക്കാൻ ദൈവം സഹായിക്കണമേ. ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ ബുദ്ധിപ്രകാരം, ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഓരോ രാജ്യങ്ങളുള്ള ജനത്തെ ഭരിക്കുവാൻ അതാത് രാജ്യങ്ങളിലെ ആ ഭരണാധികാരികൾക്ക് ദൈവം കൃപയേകേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നലകാലം കർത്താവേ, ഈ കോന്നി പട്ടണത്തിലെ 18 വാർഡുകളെ ഓർക്കുന്നു, വാർഡ് മെമ്പർമാരെ ഓർക്കുന്നു. ഓരോ വാർഡിലും അതാത് പുരോഗതികൾ, നന്മകൾ കൈവരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും ദൈവം വരുത്തി കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നുമേൽ ആരെങ്കിലും രോഗികളായി ഇത് കേൾക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവർക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ആരെങ്കിലും നിരാശയിലാകപ്പെട്ട് മരണത്തോടെ ചിന്തിക്കുന്നെങ്കിൽ ആ മരണത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പുതുവഴികൾ തുറക്കണമേ. ആരെങ്കിലും ബിസിനസ് തകർന്ന് നിരാശയിലായിരിക്കുന്നെങ്കിൽ ബിസിനസിനെ പുനരുദ്ധരിക്കണം. ഇന്ന് വേൽക്കാൽ ഈ സംഭാഷണത്തെ കേട്ട ഇവിടെയുള്ള വ്യാപാരികൾ, യാത്രക്കാർ, മറ്റ് വഴിയാത്രക്കാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ ശബ്ദം അവരെ ആശ്വസിപ്പിക്കണമേ. ഇന്ന് അവർ പുറപ്പെട്ടു പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവിക സമാധാനവും നടത്തിപ്പും അനുഗ്രഹവും ഉണ്ടായിരിക്കാൻ ദൈവം സഹായിക്കണം. ഇന്ന് പകൽക്കാലം ദൈവമേ അടിയനെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
ദൈവമേ, അടിയന്റെ പോക്കുവരവിൽ ദൈവത്തിന്റെ സൂക്ഷിപ്പും കാവലും ഉണ്ടാകണമേ. ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണമേ. ദൈവകരങ്ങൾ സമർപ്പിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ദൂരത്തിന്റെ അടുത്തുമായി നിന്ന് കേൾക്കുകയും വിശേഷാൽ ഓൺലൈൻ വഴി എന്നെ ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ മാന്യ സഹോദരങ്ങളുമുള്ള സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഭദ്രം സുശോഭനം സ്വർഗത്തിലെങ്ങും ഭദ്രം സുശോഭനം. ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുണ്ടുമെന്തനം. ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുണ്ടുമെന്തനം. ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ. ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ. നാഥനേശു എന്ധനം. അന്യനായി ഭൂവിലെന്നും ഞാൻ ധന്യനായ ക്രിസ്തുവിൽ സദാ. അനാദിനാഥനേശു എന്ധനം. അന്യനായി ഭൂവിലെന്നും ഞാൻ ധന്യനായ ക്രിസ്തുവിൽ സദാ. ഈ മരുയാത്രയിൽ
എന്നേശു യേശു